ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീം കോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA-മാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീം കോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണ്ണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമ്മുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻ മന്ത്രി G. സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15-ന് ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75,638-ലും നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,751-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ 2ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ S. കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി GG അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ വി രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവകഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മാഹാത്മ്യം കഥകളി അരങ്ങേറും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കും. 26-നാണ് പ്രതിഷ്ഠാ ദിനം. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ T. കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് പന്ന്യന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23-ന് മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12-ന് എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ജൂലൈ 10 വരെ നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18-ന് സുഹൃത്ത് KP ഫെഫീഖാണ് ചുറ്റിക കൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീം കോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA-മാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.